നമുക്ക് ഈ റേറ്റ് ചേഞ്ച് വന്നപ്പോൾ പല ആളുകളുടെയും ഒരു കൺഫ്യൂഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ചിലപ്പോൾ 28% വാങ്ങിച്ചു വെച്ചിരിക്കുന്ന ഐറ്റം ചിലപ്പോൾ 18 മാറിയിട്ടുണ്ടോ, അല്ലെങ്കിൽ 12 ഉണ്ടായിരുന്ന ഒരു ഐറ്റം 5 മാറിയിട്ടുണ്ട്. അപ്പോൾ ആളുകൾ ഇപ്പോൾ ഇൻപുട്ടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത് പ്രൊപ്പോർഷനേറ്റ്ലി ഇൻപുട്ടൊക്കെ റെഡ്യൂസ് ചെയ്യേണ്ട കാര്യമുണ്ടോ ഇനി? അതായത് ഇപ്പോൾ അവർ മുമ്പ് ഓൾറെഡി ഒരു ഹയർ റേറ്റിൽ എടുത്ത ഇൻപുട്ട് ഇപ്പോൾ ചിലപ്പോൾ ലോവർ റേറ്റിലായിരിക്കും ഔട്ട്വേർഡ് ടാക്സ് ലയബിലിറ്റി വരുന്നത്. അപ്പോൾ ഇത് പ്രൊപ്പോർഷനേറ്റ്ലി ഇത് റിവേഴ്സ് ചെയ്യേണ്ട കാര്യമുണ്ടോ? തീർച്ചയായിട്ടും ഇല്ല. GST കൗൺസിൽ ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞ് കൗൺസിലിൻ്റെ പ്രസ് റിലീസിനൊപ്പം തന്നെ കുറച്ച് കോമൺ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനായിട്ട് കുറച്ച് ക്വസ്റ്റ്യനേഴ്സ് തന്നിട്ടുണ്ട്. അതിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് റേറ്റ് ചേഞ്ച് വരുന്നത് വരെ നിങ്ങളുടെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ലെഡ്ജറിൽ നിങ്ങൾക്ക് എലിജിബിളായിട്ട് വന്ന ക്രെഡിറ്റ് നമ്മൾ സാധാരണഗതിയിൽ ബാക്കി എല്ലാ കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് നമുക്ക് എലിജിബിളായി നമ്മുടെ ക്രെഡിറ്റ് ലെഡ്ജറിൽ റിഫ്ലക്റ്റ് ചെയ്യുന്ന ക്രെഡിറ്റ് ബാലൻസ് തീർച്ചയായിട്ടും നമുക്ക് ഫ്യൂച്ചറിലെ ടാക്സ് ലയബിലിറ്റിക്ക് സെറ്റ് ഓഫ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇത് വളരെ വ്യക്തമായിട്ട് FAQയിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പ്രൊവൈഡഡ്, അതായത് രണ്ടും ടാക്സബിൾ ആയിരിക്കണം എന്ന് മാത്രം. അതെ അതെ.